വിഷു ആണല്ലോ, എന്താണ് പരിപാടി? നാളെ വിഷുവിന് ഗുരുവായൂർ ഫോട്ടോ സമർപ്പിക്കുന്നുണ്ട്. 12 വർഷമായി സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഞാൻ. എന്റെ പട്ടിയുടെ വാല് 428 കാലം കുഴലിലിട്ടാലും കൊല്ലം കുഴലിലിട്ടാലും നൂറ്റാണ്ട് കുഴലിലിട്ടാലും അത് നിവരത്തില്ല. അതിങ്ങനെ വളഞ്ഞു നിൽക്കും. ഏത് വളഞ്ഞ പട്ടിയുടെ. എന്നാൽ നിവർന്നിരിക്കുന്ന പട്ടികൾക്ക് കുഴപ്പമില്ല, അത് ജന്മനെ നിവർന്നിരിപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ വളഞ്ഞിരിക്കുന്ന പട്ടികൾ അത് കുഴലിലിട്ട് നിവർത്താൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമില്ല. അതങ്ങനെ വളഞ്ഞ് തന്നെ ഇരിക്കും. അത് ഒരു പ്രപഞ്ച സത്യമാണ്. നമ്മുടെ ജസ്ന സലീം, ഈ പഴഞ്ചൊല്ലുമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. ജസ്ന സലീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ണന്റെ ഫോട്ടോ വരച്ച് ഫേമസ് ആയ മുസ്ലിം യുവതി. ആ ഒരൊറ്റ ടാഗ് ലൈനിലാണ് ഇവർ ഫേമസ് ആയിട്ടുള്ളത്. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. ഇവർ മുസ്ലിം ആയതുകൊണ്ടും കണ്ണന്റെ ഫോട്ടോ വരയ്ക്കുന്നത് കൊണ്ടുമാണ് ഇവർ ഫേമസ് ആയത്. അല്ലെങ്കിൽ ഒരിക്കലും ആരും തിരിഞ്ഞു നോക്കത്തില്ല. ഒരു മുസ്ലിം യുവതി ഒരു അള്ളാഹുവിന്റെ ഫോട്ടോ വരച്ചെന്ന് പറഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കത്തില്ല. അത് ആ ഒരു രീതിയിൽ അങ്ങ് പോകും. എന്നാൽ ഒരു ഹിന്ദു യുവതി കണ്ണന്റെ ഫോട്ടോ വരച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ ആരും തിരിഞ്ഞു നോക്കത്തില്ല. ആ ഒരു ഇതിൽ പോകും. മറിച്ച് ഒരു മുസ്ലിം യുവതിയോ യുവാവോ ആരെങ്കിലും ഒക്കെ വന്നിട്ട്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ യുവതിയോ ആരെങ്കിലും ഒക്കെ വന്നിട്ട് കണ്ണന്റെ പടമോ അയ്യപ്പന്റെ പടമോ ഒക്കെ വരച്ചു കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കപ്പെടും. അതൊരു കച്ചവട തന്ത്രമാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ജസ്ന സലീമിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. കണ്ണന്റെ ഫോട്ടോ വരച്ച് അവൾ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ, ജീവിക്കണമെങ്കിൽ ജീവിക്കട്ടെ. പക്ഷെ അതിന്റെ പേരിൽ മതങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന രീതിയിൽ ഇവൾ കാണിക്കുന്ന കുറെ പോക്കൃത്തനങ്ങളുണ്ട്. അത് 1% പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, സപ്പോർട്ട് ചെയ്യത്തില്ല. റീസെന്റ് നടന്നിട്ടുള്ള ഇഷ്യൂസ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇവള് കാരണം ഗുരുവായൂർ അമ്പലനടയിൽ ഫോട്ടോ എടുക്കാൻ പറ്റാത്ത ഗതിയായിട്ടുള്ള നിയമം വരെ കൊണ്ടെത്തിച്ചെന്നാണ് വാസ്തവം. കേക്ക് കെട്ടിയില്, പിന്നെ അവിടെ പോയി കച്ചറ പരിപാടി, അടിയും വഴക്കും ഉണ്ടാക്കല്, അങ്ങനെ ഒരുപാട് സ്വഭാവങ്ങളും ചീഞ്ഞ പരിപാടിയും കാണിച്ചു കൂട്ടിയിട്ടുള്ളവളാണ് ജസ്ന സലീം. ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇന്ന് വിഷു ആയ സ്ഥിതിക്ക് ഹാപ്പി വിഷു. ഇവൾ വീണ്ടും ഗുരുവായൂർ അമ്പലനടയിൽ പോയി. അവിടെ പോയിട്ട് കണ്ണന്റെ ഫോട്ടോ കൊടുത്തെന്നും അവിടെ റോഡിൽ വെച്ചിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഇവള് കാട്ടി കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഒരിക്കലും അവൾ കണ്ണന്റെ ഫോട്ടോ കൊടുത്തതോ ഗുരുവായൂർ അമ്പലനടയിൽ പോയതോ ഞാൻ തെറ്റ് പറയത്തില്ല. പക്ഷേ ഇവള് കാണിക്കുന്നത് കൊണ്ട് ഞാനത് തെറ്റേ പറയത്തുള്ളൂ. ഇവള് ചെയ്യുന്നതിന്റെ ഉദ്ദേശം തന്നെ വേറെ ആയതുകൊണ്ടാണ് ഇവളെ നമ്മൾ വിമർശിക്കുന്നത്. എന്തായാലും ജാമിത ടീച്ചറിന്റെ ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഇവളുമായിട്ട് സംസാരിക്കുന്നതും വിഷുവിന് ഗുരുവായൂർ അമ്പലനടയിൽ പോയതിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. ജാമിത ടീച്ചറും VK ബൈജുവും ജസ്ന സലീമും കൂടി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒന്നിച്ച ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് ജസ്റ്റ് ഒന്ന് പിന്നിലോട്ട് പോയി അടിച്ചു നോക്കിയാൽ. ആരംഭിക്കാം. ഹലോ ജസ്ന. നമസ്കാരം. നമസ്കാരം. വലിയ രൂപത്തിൽ ഇന്നും ഇന്നലെയുമായി ജസ്നയുടെ വാർത്ത ഇങ്ങനെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. എന്താണ് സംഭവം എന്നറിയാൻ ഒരു താല്പര്യമുണ്ട്. ഇത് ജയിലിലായെന്നോ, പിടിച്ചെന്നോ, തീഹാർ ജയിലിൽ അടച്ചെന്നോ, ചെകിടടിച്ചു പൊട്ടിച്ചെന്നോ, വിലങ്ങ് വെച്ച് കൊണ്ടുപോയെന്നോ? ഞാനും കേട്ടു ഞാൻ ജയിലിലാണ് നോക്കാം. പക്ഷെ ഞാനിപ്പം നിലവിൽ എന്റെ വീട്ടിലാണുള്ളത്. അല്ല, എന്താണ് ഈ സംഭവം? എന്താണ് ഇതിനെ കുറിച്ചിട്ട് എന്താണ് പ്രതികരിക്കാനുള്ളത്? അല്ല, ഇതിനെ കുറിച്ച് പ്രതികരിക്കാനുള്ളതെന്ന് വെച്ചാല് ഞാൻ എവിടെയും മതസ്പർദ്ധ ഉണ്ടാക്കാൻ പോയിട്ടില്ല. അത് കോടതിയിൽ ഞാൻ തെളിയിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അതേപോലെന്ന് വെച്ചാല് ഇത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചന്വേഷിച്ച സമയത്ത് ഒപ്പിട്ടിട്ട് നമ്മളോട് അത് മേടിക്കാനാണ് പറഞ്ഞത്. അറസ്റ്റിന്റെയും കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടുമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു വിഷയങ്ങൾ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഞാൻ അറസ്റ്റിലായിന്നും എനിക്ക് 15 ലക്ഷം രൂപ ഫൈനെന്നും ഇങ്ങനെയൊക്കെ കേൾക്കുന്നത്. ഞാൻ ഒളിവ് പോയി, അങ്ങനെ പല രീതിയിൽ ഞാൻ കേൾക്കുന്നുണ്ട്. ഈ 15 ലക്ഷം രൂപ ഫൈനിന്റെ കേസ് ഞാൻ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 ലക്ഷം രൂപയെങ്കിലും ഇവർക്ക് കുറഞ്ഞത് ഫൈൻ അടിച്ച് കൊടുക്കണമെന്നാണ്. അങ്ങനെ കൊടുത്താൽ മാത്രമേ ഇവളിത് പഠിക്കത്തുള്ളൂ. ഇനി മേലാൽ അവിടെ പോയി കോപ്രായം കാണിക്കാതെ ഇരിക്കത്തുള്ളൂ. അതാണ് ഞാൻ എന്റെ വീഡിയോയിൽ 15 ലക്ഷത്തിന്റെ കണക്ക് പറഞ്ഞത്. മിക്കവാറും അത് തന്നെ ആയിരിക്കും നോട്ടീസ് ചെയ്ത് പറഞ്ഞത്. അല്ലാണ്ട് 15 ലക്ഷത്തിന്റെ കണക്ക് വേറെ ആരും പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ തന്നെയാണ് 15 ലക്ഷമെങ്കിലും കുറഞ്ഞത് ഒരു ഫൈൻ അടിച്ച് അങ്ങ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതുപോലത്തെ പോക്കർ തന്നെ അവരാത്ത പരിപാടികൾ അവിടെ പോയി കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അത് ഞാൻ യോജിക്കുന്നു. അണ്ട് ജസ്നയ്ക്ക് 15 ലക്ഷം രൂപ അടിച്ചെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അടിച്ചാൽ നല്ലതായിരിക്കും എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. എന്തായാലും കൊള്ളാം. വളച്ചൊടിക്കുന്നതിൽ നീ മിടിയായതുകൊണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാനൊരു തെറ്റും ചെയ്യാത്തോണ്ട് ഞാൻ മൗനമായിട്ട് നിൽക്കുന്നു, അത്ര തന്നെ. അല്ല, വിലങ്ങ് വെച്ച് കൊണ്ടുപോയി തീഹാർ ജയിലിലായി, ഇനി ജയിലിനകത്ത് കിടന്ന് ചിത്രം വരയ്ക്കാമെന്നൊക്കെ പറഞ്ഞ ഓരോ വീഡിയോയ്ക്ക് ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് ആ വീഡിയോ ഏറ്റെടുത്തത് എന്നതാണ് ഒരു സത്യം. അല്ല, എങ്ങനെങ്കിലും ഞാനൊരു കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ചിത്രം വര രംഗത്തേക്ക് ഇറങ്ങിയത് തന്നെ. അപ്പൊ അതേപോലെ അവരുടെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു കാര്യം പറയല്ലേ, ഇതിനെക്കാട്ടിലും നല്ലത് അവർക്ക് ഭിക്ഷ തണ്ടാൻ പോകുന്ന. കാരണം ഇല്ലാവചനം പറഞ്ഞിട്ട് യൂട്യൂബിൽ കൂടി വരുമാനം ഉണ്ടാക്കി കുടുംബം പോറ്റേണ്ട ഗതികേടാണ് അവർക്ക്.
അതെ, ഇത് തന്നെയാണ് എനിക്ക് നിന്റെ അടുത്തും പറയാനുള്ളത്. ഇതിനേക്കാളും നല്ലത് നാട്ടുകാരെ പറ്റിച്ച് വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിട്ട് ജീവിക്കുന്നതിനേക്കാളും നിനക്ക് ഭിക്ഷ എടുക്കാൻ വെക്കൂടെ. അതിനേക്കാളും അന്തസ്സുണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. അതിലൊരു അന്തസ്സ് കുറവില്ല ഭിക്ഷ എടുത്ത് ജീവിക്കുന്നത്. ഇതിനേക്കാളും വളരെ നല്ല തീരുമാനമാണ് അത്. അതുകൊണ്ട് നീ അത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇങ്ങനെ നാട്ടുകാരുടെ കണ്ണിലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലിക്കുന്ന രീതിയിൽ നീ കാണിക്കുന്ന ഈ പരിപാടിയെക്കാളും എന്തുകൊണ്ടും നല്ലത് ഭിക്ഷ എടുക്കുന്നതായിരിക്കും. ഗുരുവായൂർ അമ്പല നടയിൽ പോയിട്ട് കണ്ണന്റെ പേരും പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കുന്നതിനേക്കാളും വലിയ തെറ്റൊന്നും വേറെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും കൊള്ളാ ജസ്റ്റ് സലീം, നീ ഒരു ഒന്നൊന്നര സംഭവം തന്നെ. ഇപ്പോഴും നീ ചെയ്തിട്ടുള്ള തെറ്റ് മനസ്സിലാക്കാതെ ഇങ്ങനെ ഇരുന്നങ്ങ് മെഴുകുകയാണ്. എന്തായാലും കൊള്ളാം, ബാക്കി ആരംഭിച്ചാട്ടെ. ആ ഒരു കാര്യത്തിൽ ഞാൻ അവർക്കൊരു താങ്ങായിട്ട് നിൽക്കിയ പോലും പറഞ്ഞോട്ടെ പോലെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടല്ലേ, അവർക്ക് അന്നം മേടിക്കാൻ വേണ്ടിയിട്ടല്ലേ, പാവണ്ടാവും, ജീവിച്ചു പോക്കോട്ടെ. അല്ല, ആ വാർത്തക്കകത്തെ ഹൈക്കോടതി വിധി ലംഘിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താണ് ആ സംഭവം എന്നൊന്ന് പറയാമോ? അത് സംഭവം എന്താ വെച്ചാല്, ഞാൻ ഹരേ കൃഷ്ണ ജപമാല കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ജപമാല കെട്ടിയ സന്തോഷത്തിൽ ഞാൻ അവിടെ കണ്ണന് ചാർത്തുന്ന ഒരു വീഡിയോ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ വീഡിയോ എടുക്കാം എന്താ വെച്ചാല് ഞാൻ വിചാരിച്ചത് മതപരമായിട്ടുള്ള ചടങ്ങിന് വീഡിയോ എടുക്കാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എടുക്കുന്നതിൽ പ്രശ്നം ഇല്ലായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ എടുത്തു പോയതാ. എന്റെ അടുത്ത് പറ്റിയ തെറ്റാണത്. ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ല നിന്റെ ഭാഗത്തൊരു തെറ്റ് പറ്റിയെന്ന്. ഇനി ചത്താലും കുഴപ്പമില്ലടെ. നീ എന്തായാലും ഇത്രയും കാലം ഉരുണ്ട് കളിച്ച് ഇവിടെ ഒരു വിപ്ലവം ഉണ്ടാക്കി മതങ്ങളെ തമ്മിൽ അടിപ്പിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു പരിപാടി മുസ്ലിം യുവതിയായ നീ കണ്ണന്റെ പടം വരച്ച് വിൽക്കുന്നത് കച്ചവട തന്ത്രമാക്കി മാറ്റി. അതിനെ തന്നെയാണ് ആൾക്കാർ കൂടുതലും വിമർശിച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് ജസ്റ്റിനടുത്ത് പേഴ്സണലി പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നീ ചെയ്യുന്ന കാര്യം ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. അത് നീ ആദ്യം മനസ്സിലാക്കുക. ഒരുപാട് ആൾക്കാരെ പറ്റിച്ച് അല്ലെങ്കിൽ വിശ്വാസികളെ പറ്റിച്ച് നീ കാട്ടിക്കൂട്ടുന്ന ഈ പോക്രിത്തനങ്ങൾ ഇതൊരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതുമല്ല. സ്വയമേ മനസ്സിലാക്കിയ നല്ലൊരു കാര്യമായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അത് പോസ്റ്റ് ചെയ്തു. അപ്പൊ അത്രേ ഞാൻ ചെയ്തു. ഞാൻ വേറെ അവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല. ഞാൻ ആ മാല ചാർത്തിയിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ഇങ്ങ് പോരുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വളച്ചൊടിച്ച് ഞാൻ തീവ്രവാദിയായി, അത്രേ ഉള്ളൂ. അല്ല, മതസ്പർദ്ധ എന്ന് പറഞ്ഞാല് എല്ലാവരെയും കൊടുക്കാൻ പറ്റിയ ഏറ്റവും ലളിതമായിട്ടുള്ളൊരു വകുപ്പാണ്. കാരണം വാദിക്ക് എളുപ്പമാണ്, പ്രതിക്കായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുക. ഇരിക്കട്ടെ, നാളെ വിഷു ആണല്ലോ, എന്താണ് പരിപാടി? നാളെ വിഷുവിന് ഗുരുവായൂർ ഫോട്ടോ സമർപ്പിക്കുന്നുണ്ട്. 12 വർഷമായി സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഞാൻ. എന്റെ ഒരു അന്നമായി തുടങ്ങി അന്ന് തൊട്ടിട്ട് ഞാൻ കണ്ണനൊരു ഫോട്ടോ സമർപ്പിക്കാറുണ്ട്. അപ്പം സമർപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാൻ ഉള്ള തയ്യാറെടുപ്പിലാണ്. എന്തെങ്കിലും നിയമ തടസ്സങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പോലീസ് പ്രൊട്ടക്ഷൻ അങ്ങനെ എന്തെങ്കിലും? 10-12 വർഷം കൊണ്ട് ഗുരുവായൂർ അമ്പലം നടയിൽ പോയി കണ്ണനൊരു ഫോട്ടോ അർപ്പിക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇതൊക്കെ ചെയ്ത് ഒരു കുഴപ്പമില്ല. ഞാൻ ഇവിടെ വേറൊരു വീഡിയോ സൈഡിലൊന്ന് കൊടുക്കാം. ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കാം. കൃഷ്ണ സലീം ഗുരുവായൂർ അമ്പലത്തിന്റെ അകത്തോട്ട് പോകുന്ന സമയത്ത് തട്ടം ധരിച്ചിട്ടാണ് പോകുന്നത്. സാധാരണ അമ്പലത്തിന്റെ അകത്ത് പോകുന്ന സമയത്ത് തട്ടം ധരിച്ചും കൊണ്ട് ഒരു യുവതി അതിന്റെ അകത്ത് ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ ആൾക്കാരെ ശ്രദ്ധിക്കും, ആരാണ് തട്ടം ധരിച്ച് ഇതിന്റെ അകത്ത് പോകുന്ന, ഏത് മനസ്സിലായ? ആ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കാട്ടിക്കൂട്ടുന്ന പരിപാടി. അത് കണ്ടാൽ തന്നെ അറിയും. അതിനെ വെച്ച് ഒരു റീൽ എടുത്തുണ്ടാക്കി പബ്ലിക്കിൽ ഇടുന്നു. അപ്പം ഉറപ്പായിട്ടും ഇതൊരു ചർച്ചാ വിഷയമാകും, റീച്ച് കിട്ടും. അത് അവർക്ക് തന്നെ അറിയാം. അത് വെച്ച് ഉണ്ടാക്കി അവസാനം നാളെ പരിപാടിയാണ് കാണിക്കുന്നതെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം. ഇതിന്റെ പേരിൽ നിന്നെയൊക്കെ അറസ്റ്റ് ചെയ്ത് അകത്ത് തന്നെയാണ് ഇടേണ്ടത്. ഇങ്ങനെ വിശ്വാസികളെ പറ്റിച്ച് നടക്കുന്ന ഓരോ കപട ഭക്തരെ നമുക്ക് അകത്തിടേണ്ട വകുപ്പും കൂടി ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഒരു 10-15 ലക്ഷം രൂപ അങ്ങ് വിഴാടച്ചങ്ങ് തരണം. അതാണ് ചെയ്യേണ്ടത്. പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് പോലീസ് പ്രൊട്ടക്ഷൻ തരുമെന്ന് പറഞ്ഞിരുന്നു. കാരണം ഇനി ആരോ ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ആരെ ഇഷ്യൂ ഉണ്ടാക്കാനൊന്നും പോകുന്നില്ല. പൊതുവെ ഇപ്പം ഞാൻ ഗുരുവായൂർ പോകുമ്പോൾ തട്ടം ഇടുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ തട്ടം പോലും ഇപ്പം കഴുത്ത് കൂടി ചുറ്റുക എന്നല്ലാതെ തല മറിച്ചിട്ട് പോലും ഞാനിപ്പം ഗുരുവായൂരേക്ക് അങ്ങനെ പോകാറില്ല. ഞാൻ അവർക്കൊരു വിഷയം വേണ്ടാന്ന് വിചാരിച്ച് അത്രമേൽ കണ്ണന്റെ ആചാരവുമായിട്ട് ഞാൻ ഇതായി വന്നതായിരുന്നു. പക്ഷെ വ്യാജ പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. അല്ല, കണ്ണന്റെ തട്ടത്തിന്റെ കേസാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്. തട്ടമിട്ട് ഇങ്ങനെ ഷോ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ തട്ടമൊന്നും ഇട്ടിട്ടില്ല, തട്ടമൊന്നും ഇടാതെ അവരെ വിശ്വാസികളെ ഇനി വ്രണപ്പെടുത്താൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോയുടെ സൈഡിൽ കൊടുക്കാം, ഒന്ന് നോക്ക്. ഇത് റീസെന്റ് ഇപ്പൊ കണ്ണനെ കാണാൻ പോയപ്പോൾ എടുത്ത ഫോട്ടോയാണ്. എന്നിട്ട് റോഡിൽ നിന്ന് കാണിച്ചിട്ടുള്ള പ്രകസനവും കാര്യങ്ങളൊക്കെയാണ്. അവിടെ വളരെ വ്യക്തമായിട്ട് തട്ടമൊക്കെ ഇട്ടങ്ങ് നിൽക്കുകയാണ്. എന്തിനാണോ താനൊക്കെ ഇങ്ങനെ നാട്ടുകാരെ കണ്ണി പൊടിയിട്ടിട്ട് ജീവിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നാണമില്ലേ? കുറച്ച് ഉളുപ്പ് വേണ്ട മനുഷ്യനായ? എവിടെ ലെവലേശം താണ്ടിയിട്ടില്ല.
സമർപ്പിക്കാൻ അകത്ത് കയറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് അറിയത്തില്ല കേട്ടോ അതിനെ ഇല്ല കുറിച്ചിട്ട്. ഞാൻ നടപ്പന്തലിൽ അവിടെ പോയിട്ട് ആ ഭണ്ഡാരത്തിന്റെ മുകളിൽ കണ്ണനെ വെക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും സെക്യൂരിറ്റിമാരുടെ കൈ കണ്ണനെ കൊടുക്കുക, തിരിച്ചിങ്ങ് പോരും, അത്രേ ചെയ്യാറുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ പോലീസുകാർ അതിന്റെ പെർമിഷൻ തന്നിട്ടുണ്ട് അല്ലേ? ആ തന്നിട്ടുണ്ട്. അപ്പൊ ആരാണ് പ്രധാനമായിട്ടും ഇപ്പൊ ജസ്നയെ എതിർത്ത് നിൽക്കുന്നത് ഇപ്പോ? ആരാണെന്ന് ചോദിച്ചാൽ കുറച്ച് എന്താ പറയാ, അല്ല ഏതെങ്കിലും സംഘടനയാണോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സംഘടന ഒന്നും എനിക്ക് അറിയില്ല, പക്ഷെ മതം കുറച്ച് തലക്ക് പിടിച്ച മുസ്ലിം മതസ്ഥരായാലും ഹിന്ദു മതസ്ഥരായാലും ഉണ്ട്. അതേപോലെ എന്റെ പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു ചെങ്ങാന്റെ വോയിസ് വരെ പുറത്തു പോകുന്നു. എന്റെ പള്ളി ഞാൻ ഈ പള്ളി കമ്മിറ്റിയിൽ പോലും അല്ല, അയാള് പറയുന്ന പള്ളി കമ്മിറ്റിയിൽ പോലും അല്ല ഞാൻ എന്റെ. ഇവിടെ ജസ്ന പറഞ്ഞ കേട്ടോ, മതം തലയ്ക്ക് പിടിച്ച കുറച്ച് പേരാണ് അവരെ വിമർശിക്കുന്നതെന്ന്. അതും കുറച്ച് മുസ്ലിംസും കുറച്ച് ഹിന്ദുക്കളും. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ നിങ്ങളെ വിമർശിക്കുന്നു. ഞാൻ ഏത് മതത്തിൽപ്പെട്ടെന്ന് അറിയാമോ? ക്രിസ്ത്യാനിയാണ്. ഈ ക്രിസ്ത്യാനിയായ ഞാൻ എന്തിനാണ് മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും ഇടയിൽ നടക്കുന്ന പ്രശ്നത്തിൽ കയറി തലയിടണം എന്നുള്ളൊരു കാര്യം ചോദിക്കും. നിങ്ങൾ ചോദിക്കുക, ധൈര്യമായിട്ട് ചോദിക്കുക. നിങ്ങൾ കാണിക്കുന്നത് കന്നന്തിരിവായതുകൊണ്ടാണ്. ഞാൻ എല്ലാ മതത്തെയും ബഹുമാനിക്കുന്ന, എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ്. ഒരു മതത്തെയും പുച്ഛിച്ച് കളയാറില്ല. എല്ലാ മതത്തിലെയും വിശ്വസിക്കുന്ന, എല്ലാ പള്ളിയിലായാലും കോവിലായാലും എല്ലായിടത്തും ഞാൻ പോയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് കിടന്ന് മെഴുകാൻ നിൽക്കരുത്. ഇവിടെയൊക്കെ പോയിട്ട് ഞാൻ റീച്ചിന് വേണ്ടിയിട്ട് എനിക്ക് വേണമെങ്കിൽ ഒരു കുരിശുമാലയൊക്കെ ഇട്ടിട്ട് കോവിലിൽ പോയി കയറി അതിനെ വീഡിയോ എടുത്ത് റീലിട്ട് വൈറലാക്കാൻ പറ്റും. മുസ്ലിങ്ങളുടെ തൊപ്പി വെച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് കോവിലിൽ കയറിയിട്ട് ഷോ കാണിക്കാൻ പറ്റും. ആൾക്കാർ ശ്രദ്ധിക്കും. എന്തിന് അങ്ങനെ ചെയ്യുന്നുണ്ടാ? അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടാ? ഇല്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് റീച്ചിന് വേണ്ടി കാണിക്കുന്ന പോക്കൃത്തനം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ കണ്ണന്റെ പേരും പറഞ്ഞ് തട്ടോട്ട് അവിടെ പോയിട്ട് നിങ്ങൾ കാണിച്ചിട്ടുള്ള എല്ലാ റീച്ചിന് വേണ്ടിയിട്ടാണ്. അത് ആദ്യം മനസ്സിലായില്ല. ജനങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തു. എന്നാൽ നിങ്ങൾ ക്രമേണ കാണിക്കുന്ന പരിപാടികൾ കാണുന്തോറും ജനങ്ങൾക്ക് അത് മനസ്സിലായി നിങ്ങൾ ഒന്നാം തരം ഉടായ്പ പരിപാടിയാണ് കാണിക്കുന്നത്. എന്തായാലും ഇപ്പോഴും കണ്ണന്റെ പേരും പറഞ്ഞിരുന്ന് മോങ്ങി ഇരിക്കാണ്ട് പോയി സ്വന്തം കാര്യം നോക്കട്ടെ. ഇനിയും നാട്ടുകാരെ പറ്റിച്ച് നാട്ടുകാരെ കണ്ണി പൊടിയിടാൻ ശ്രമിക്കാതെ. ഇവിടെ കുറുവങ്ങാട് പള്ളിയാണ് എന്ന് വെച്ചാല് മാവഞ്ചോട്ടിലാണ്, ITA ആണ് ഞങ്ങളുടെ മഹല് വരിക. ഇനിയിപ്പോ നാളെ അവിടെ ആളെത്തും. അവിടെ എന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കുകയാണെന്നൊക്കെ അയാള് പറഞ്ഞു. എന്റെ ഭർത്താവ് ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല, അങ്ങനത്തെ വ്യാജ പ്രചരണങ്ങൾ കുറെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവർക്കൊരു വരുമാനമാണ്. അത് ജസ്ന അതൊക്കെ സർവ്വസാധാരണമാണ്. കാരണം ഞാൻ ഇല്ലാത്ത 9ഓളം പള്ളി കമ്മിറ്റിയിൽ നിന്ന് എന്നെ പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് വീഡിയോകൾ വന്നിട്ടുണ്ട്. അത് പോട്ടെ. ഇനി മറ്റൊരു കാര്യം, ജസ്നയുടെ ഭർത്താവിനെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്ത കണ്ടല്ലോ. എന്ത് സംഭവം? എന്റെ ഭർത്താവ് ദുബായിലുണ്ട്. അങ്ങേര് ഈ പറഞ്ഞ കാണാനില്ല എന്ന് പറഞ്ഞ ആ ലേഡീനെ നേരിട്ട് വിളിക്കാൻ വരെ കാത്തു നിൽക്കുകയാണ്. കാരണം എന്റെ ഭർത്താവ് എവിടെ പോയി എന്നുള്ളത് അവരാ തീരുമാനിക്കുന്നത്, ഞാനല്ല. അല്ല, ജസ്നയുടെ ഭർത്താവിനെ കാണാൻ ഞാനൊരു കാര്യം പറയാം. ഇവിടെ ജസ്ന പറയുന്നുണ്ട് പള്ളിയിൽ നിന്ന് പുറത്താക്കിയ കേസുമായി റിലേറ്റ് ചെയ്തിട്ട്, അതായത് ഇവരുടെ മുസ്ലിം പള്ളിയിൽ നിന്ന്. സത്യം പറഞ്ഞാൽ ഇവരെ പുറത്താക്കുകയാണ് ചെയ്യേണ്ടത്. ആ മതത്തിലുള്ള ആൾക്കാർക്കും കൂടി ഇവർ കാണുന്ന നാണക്കേടും ചീത്തപ്പേരുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഏത് മുസ്ലിങ്ങൾക്ക്. അതുകൊണ്ട് ഇവരെയൊക്കെ പുറത്താക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. എന്തിന്? ഞാൻ ഉള്ള കാര്യം പറയാം. ഞാനിവിടെ കിടന്ന് ചുമ്മാ വർഗീയതയും പറഞ്ഞ് തമ്മിലടിക്കത്തില്ല. ഇങ്ങനെ ഏതൊരു മതത്തിന് അപമാനമായിട്ട് ഏതൊരു രീതിയിൽ പെരുമാറി മറ്റുള്ള ആൾക്കാരെ മതത്തിന്റെ പേര് തമ്മിൽ തല്ലിക്കുന്ന ഇതുപോലത്തെ വിഷവിത്തുക്കളെ എന്ത് ചെയ്യണം? തുടച്ചു നീക്കണം. അല്ലാതെ ഇവരെയൊന്നും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തിനാണ് കണ്ണന്റെ പേരും പറഞ്ഞ് ഇങ്ങനെ വട്ടി ഷോ കാണിക്കുന്നത്? റോട്ടിൽ പോയി ഇന്ന് ഷോ കാണിക്കുന്നു. ഇത് എന്തിന്? ആരെ കാണിക്കാനാണ് ഈ ഷോ കാണിക്കുന്നത്? വളരെ വളരെ പുച്ഛം തോന്നുന്നു എനിക്ക്. ആരെ കാണിക്കാനാണ് നിങ്ങൾ ഈ ഷോ കാണിക്കുന്നത്? ആരും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. ബുദ്ധിയും വിവരവും ബോധമുള്ള ഒറ്റ മനുഷ്യൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഉള്ള ആരെ എഴുതി വെച്ചത് ഒപ്പിട്ട് തരാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയ വീഡിയോ ഇടണം.